ഭാരതത്തിന്റെ പ്രത്യാക്രമണം സ്ഥിരീകരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നൂർഖാൻ വ്യോമതാവളമടക്കം ആക്രമിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാക് സൈനിക മേധാവിയാണ് പുലർച്ചെ 2:30 മണിക്ക് ഭാരതത്തിന്റെ ആക്രമണം തന്നെ അറിയിച്ചതെന്നും ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഇതാദ്യമായാണ് പാകിസ്ഥാൻ തുറന്ന് സമ്മതിക്കുന്നത്. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നൂർഖാൻ എയർബേസിൽ ഉൾപ്പെടെ ഹിന്ദുസ്ഥാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത്. ഇക്കാര്യം പാക് സേനാ മേധാവി ജനറൽ അസീം മുനീറാണ് തന്നെ അറിയിച്ചതെന്നും ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. जवाब देंगे 9 और 10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सईद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं. एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. मेरे इंतहाई काबिल एहतराम बुजुर्गों, भाई और बहनों, मैं उस खुदाए बुजुर्गों बरतर को गवाह बनाकर कहता हूँ कि इस जर्नैल की आवाज़ में इंतहाई एतमाद था, खुददारी थी. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് പാക് പ്രധാനമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. കശ്മീർ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകാതെ ശാശ്വതമായ സമാധാനം ഉണ്ടാകില്ലെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രതികരിച്ചു. പാകിസ്ഥാനിലെ 9ഓളം വ്യോമതാവളങ്ങൾ ആക്രമിച്ചതായി ഭാരതത്തിന്റെ സൈന്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. ജനം, ഡൽഹി.